Good morning, everyone. Good morning, Miss. Good morning. Then, how are you all? Hope you all fine, right? Yes, Miss. Okay. Then, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു സ്റ്റോറി അല്ലേ? ആണോ? സ്റ്റോറി ആയിരുന്നോ പറഞ്ഞത്? കംപ്ലീറ്റ് ചെയ്തോ അത്? ഞാൻ ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തായിരുന്നു മിസ്. ഒരു സ്റ്റോറി തന്നായിരുന്നു, അത് ഇംഗ്ലീഷിലോട്ടാക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ സമയമില്ലായിരുന്നു. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തു മിസ്. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞാലോ? മിസ് പറയാം. അയച്ചോളൂ. ഒരു ജാക്കിന്റെ സ്റ്റോറി അല്ലേ? അല്ലേ? യെസ് മിസ്, അതെ. ഓക്കെ. അയച്ചോളൂ. ഞാൻ വായിക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? Can you hear me? ഓക്കെ. വായിക്കാൻ പറഞ്ഞ വായിക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നമ്മള് ഈ ക്ലാസ്സിലേക്ക് പോവാട്ടോ. നമ്മള് ടെൻസ് പഠിച്ചു. ടെൻസില് നമ്മള് പറഞ്ഞ കുറച്ച് ഓക്സിലറീസ്, പോസിറ്റീവ് ഫോം, നെഗറ്റീവ് ഫോം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മള് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ. അപ്പോ അതിനെ കുറിച്ച് ഒരു ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്സിലറീസ് എങ്ങനെയാ യൂസ് ചെയ്യണ്ടേ? ഡു, ഡസ്, ഡിഡ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇതിലൊന്നും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ക്ലിയർ ആണ്? ക്ലിയർ ആണോ? Respond. Yeah, clear. Okay. ഇനി have, has, had. അതും ക്ലിയർ ആണല്ലോ. Do, does, did and have, has, had. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്ന് മിണ്ടൂ. നീ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യൂ. കാരണം അടുത്ത നെക്സ്റ്റ് പോർഷൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അത് ക്ലിയർ ആണെങ്കിൽ അത് ഓക്കെ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി ക്യാൻ, കുഡ്, വുഡ്, ഷുഡ്, മസ്റ്റ്, ഇതൊക്കെ അറിയോ? Can, could, would, should, could be, അതറിയോ? ഓക്കെ. ഇതില് can, what is can? What is the use of the word or the modal verb can? How can we use can? When can we use? എന്താ ചെയ്യേണ്ടത്? ഞാൻ ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കണോ? ഞാൻ അറിയൂ.
ആകെ കുറച്ച് സ്റ്റുഡൻസേ ക്ലാസ്സിലുള്ളൂ. എടുക്കണം. റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ്? അനു, അരുണിമ, ചിത്ര, ജാസ്മിൻ, സൗമ്യ ആൻഡ് ആൻമരിയ, ഇത്രയും പേര് ക്ലാസ്സിലുള്ളൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിന് കുറച്ച് ഈസി ആയിരിക്കും. ഇത് ചുമ്മാ ഞാൻ ആർക്കോ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നും. ഒന്ന് മിണ്ടതുമില്ല, ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാം. അൻപത്തി എങ്ങനെ ചെയ്യാം? അല്ലാതെ ടെക്സ്റ്റ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. റെസ്പോൺസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റും. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അത് എപ്പോഴും. ഓക്കെ, അപ്പൊ ക്യാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എബിലിറ്റി. ഓക്കെ, ഇറ്റ്സ് an ability or capability, and also used to express capability. Okay, then we have an ability to do anything. Okay, we can say it like I can sing a song. Okay, I can sing a song, and I can do that. I can do that. So can means കഴിയും എന്നൊരു മീനിങ് ഉണ്ട്. എബിലിറ്റി ആണ്, capability ആണ്. To express ability and capability when we can use the modal verb can. Okay, and അപ്പോ നമുക്ക് ഒരു കഴിവുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണമെങ്കിൽ I can എന്ന് പറയാം. I can do that, and she can also do that. She can sing a song, and she can write letter because she's a writer. Okay, ഒരു റൈറ്റർ ആണ്, അവർക്ക് ഒരു ലെറ്റർ എഴുതാൻ പറ്റും. She can write a poem and poetry because she is an artist or writer എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഒരു കേപ്പബിലിറ്റി ആണ്, ഒരു എബിലിറ്റി ആണ് എന്നൊക്കെ നമുക്ക് ക്യാൻ വെച്ച് പറയാൻ പറ്റും. സോ ക്യാനിന്റെ പാസ്റ്റ് ആണ് എന്ത്? കുഡ്. ഓക്കെ, ക്യാൻ യൂസ്ഡ് ഇൻ പ്രസന്റ് ടെൻസ് and could is used in past tense. Past or present, we can use could or past or present based on situation. Okay, അപ്പോ could എങ്ങനെയാണ്? ക്യാൻ കഴിയുമെന്നാണെങ്കിൽ could എന്തായിരിക്കും? കഴിയുമായിരുന്നു. I could sing a song in my childhood. I could എനിക്ക് എന്റെ കുട്ടിക്കാലത്തേക്ക് പാടാൻ പറ്റുമായിരുന്നു എന്ന് പറയും. പറ്റുമായിരുന്നു, കഴിയുമായിരുന്നു. I could do that, but അവസാനിപ്പിക്കാം. I could do that, എനിക്കത് ചെയ്യാൻ പറ്റായിരുന്നു. പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് പറയുന്നത്. പ്രസന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അടുത്ത കാര്യമാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് അപ്പൊ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റില്ല എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. അപ്പൊ പറ്റുമായിരുന്നു, അപ്പൊ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് വേണ്ടി പറയാം. അങ്ങനെ നമുക്ക് കൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോ I could study well when I was school time. ഞാൻ നന്നായിട്ട് പഠിക്കായിരുന്നു. സ്കൂൾ ടൈമിൽ ഞാൻ നന്നായിട്ട് പഠിക്കായിരുന്നു. I could study well when I was in school time. Okay, then എങ്ങനെയും പറയും I can study. I can study easily. I can study very easily എന്ന് പറയാം. ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിപ്പോ നടക്കുന്നതായിരിക്കും, ഇപ്പോഴും പറ്റും തന്നെ പറയാം. പക്ഷെ അടുത്ത കാര്യം പറയണില്ല. I could study എന്ന് പറയാം. I could study, പഠിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയാം. Then I can run fast. ഇപ്പോഴത്തെ കാര്യം I can run fast. ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ I can't run fast. I cannot എന്ന് പറയുന്നതിന് ഷോർട്ട് ഫോം I can't run fast. പക്ഷെ അത് നമുക്ക് പണ്ടത്തെ ഒരു കാര്യമായിരുന്നെങ്കിൽ I could run fast when I was a child. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ സ്പീഡിൽ ഓടായിരുന്നു. അങ്ങനെ പറയാം. മനസ്സിലായോ? പണ്ടത്തെ ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് എന്താണ് ഈ പറയുന്ന കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ ഫ്യൂച്ചറിലും ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞത് പാസ്റ്റ് യൂസ് ചെയ്യാം, കുഡ് പാസ്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പ്രസന്റിലും സപ്പോസ് സം ടൈംസ് നമുക്ക് പ്രസന്റിലും എന്താണ് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ it could be I think it could be rain. I think rain. അത് ഇപ്പൊ മഴ പെയ്തേക്കാം. Rain.
മഴ പെയ്തേക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രസന്റിൽ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അത് പോസിബിലിറ്റി ആയിട്ട് പറയാം. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോ someone is in the door, someone at the door. It could be Susan. ഞാൻ പറയാൻ ആരോ ഡോറിലുണ്ട്, ആരോ ഉണ്ട്, ചിലപ്പോൾ അത് സൂസൻ ആയിരിക്കാം എന്ന് പറയാം. അത് പോസിബിലിറ്റി ആണ്. ഓക്കെ, ഫ്യൂച്ചർ ആയിട്ട് പറയാനാണെന്ന് വെച്ചില്ല, പോസിബിലിറ്റി ആയിട്ട് പറയാൻ പറ്റും. someone is at the door, it could be Susan. സൂസൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പോസിബിലിറ്റി ആയിട്ടും നമുക്ക് ഗുഡ് പറയാൻ പറ്റും. ഒരു പാസ്റ്റ് ആക്ഷനെ കുറിച്ച് പറയാം, പ്രസന്റിൽ വെച്ച് പറയാം, പോസിബിലിറ്റീസ് പറയാം, അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ക്യാൻ ആൻഡ് കുഡ് ക്ലിയർ ആയോ? കുഡ് കഴിയുമായിരുന്നു, ക്യാൻ കഴിയുമെന്നാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി. ക്ലിയർ ആണ്. ഓക്കെ, ഇനിയിപ്പോ വുഡ് എടുക്കുകയാണെങ്കിലോ, വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറയാം. വില്ല് ചെയ്യും എന്ന് പറയാം, അല്ലെ? വില്ല് ചെയ്യും എന്നൊരു മീനിങ് ആണ്. അത് എബിലിറ്റി അല്ല, അത് ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെ? ക്യാൻ ആൻഡ് കുഡ് ഒക്കെ ഒരു എബിലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാട്ടോ, എബിലിറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ വില്ല് കുഡ് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ആണ്. അപ്പൊ വില്ല് ചെയ്യുമെന്നാണെങ്കിൽ കുഡ് എന്തായിരിക്കും? ചെയ്യായിരിക്കും എന്നൊരു മീനിങ് വരാം. ഓക്കെ, ഗുഡ്. നമുക്ക് കുറച്ച് ഈ വുഡ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഒരു എക്സ്പ്രഷൻസ് ഉണ്ട്. നമ്മള് ഇപ്പൊ വുഡിന് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. വുഡ് നമുക്ക് പൊളൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. വുഡ് യു പ്ലീസ് കം ഹിയർ, അല്ലെങ്കിൽ വുഡ് ഐ യാ, അതുപോലെ വേറെ കുറച്ച് വുഡ് വെച്ചിട്ട് അധികം എക്സ്പ്രഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് നോക്കിയാലോ? കുറച്ച് നോട്ട്സ് ആണ്, നമുക്ക് നോട്ട്സ് എഴുതാം. ഓക്കെ, would you please close the door? അതൊരു കൈൻഡ് ഓഫ് റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. Then would you mind if I do that? Would you mind if I do that? അത് വെച്ച് ഇത് എന്താ സംഭവിക്കുക? അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫ്രീ ഒരു എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോട്ട് എഴുതാം കേട്ടോ. അതിന് മുന്നായിട്ട് ഷാലും ഷുഡിനെയും കുറിച്ച് പറയട്ടെ. വിൽ ആൻഡ് ഷാൽ ഇസ് ദ സെയിം ആണ്. വില്ലും ഷാൽ നമ്മള് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതാണ്, സെയിം ആണ്. അതുപോലെ തന്നെ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഷാലിന്റെ പാസ്റ്റ് അല്ല ഷുഡ്. വ്യത്യാസം ഉണ്ട്. ഷുഡ് ഒരിക്കലും അവരുടെ പാസ്റ്റ് അല്ല. ഷുഡ് എന്ന് പറയുമ്പോ ചെയ്യണം, വേണം. ഐ ഷുഡ് ഗോ ദിയർ, നീ അവിടെ പോണം. അല്ല, യു ഷുഡ് ഗോ ദിയർ, നീ അവിടെ പോണം. യു ഷുഡ് ഈറ്റ് ദാറ്റ്, നീ അത് കഴിക്കണം. യു ഷുഡ് ഡു ദാറ്റ്, നീ അത് ചെയ്യണം എന്നൊരു മീനിങ്ങിലാണ് ഷുഡ് വരുന്നത്. അതുകൊണ്ട് ഷാലിന്റെ പാസ്റ്റ് ആണ് ഷുഡ് എന്ന് വിചാരിക്കരുത്, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോ ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ് ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഇനി കുറച്ച് എക്സ്പ്രഷൻസ് ചെയ്താം. സോ നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ എന്റെ കുറച്ച് നോട്ട്സ് എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഒരു നോട്ട്ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അതിൽ ബാക്ക്
Okay, so write down the first expression as would you please. Would you please is the first expression. Would you please? Would you please വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെ? അതൊരു കൈൻഡ് ഓഫ് പൊളൈറ്റ് ക്വസ്റ്റൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. പൊളൈറ്റ്നെസ് ആണ് മീൻ ചെയ്യുക. Would you please come here? Would you please cross the door? Would you please go from here? Would you please give some money? Would you please open the window? Anything you can ask with the use of expression would you please. Okay, so heading just a kind of heading കൊടുക്കുക. Would you please heading കൊടുത്തിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ട്ടോ. Okay, എന്താ കുറച്ച് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. Would you please come here? Would you please give some money? അങ്ങനെ നിങ്ങൾക്ക് എന്തും ചോദിക്കാലോ അല്ലേ? Would you please come here? Would you please give some money? Would you please go from here? Would you please go from here? And would you please open the window? Would you please open the window? ഇനി നിങ്ങൾക്കും കുറെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യൂസേജ് മനസ്സിലായല്ലോ? Clear? Just wait a second. കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂട്ടോ. ഓക്കെ, would you please വെച്ചിട്ട് ഒരു 3 എക്സാമ്പിൾസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, ഓക്കെ ചിത്ര ക്ലിയർ ആണോ? കറക്റ്റ് ആണ്. Would you please give me a pen? Would you please send me the picture? Would you please sit here? ഞാൻ നിങ്ങളോട് ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ വിട്ടു? ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആർട്ടിക്കിൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എ ആൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നു മിസ്. പറഞ്ഞായിരുന്നു. ഓക്കെ ചെറുതായിട്ട് പറഞ്ഞു. എന്തോ ചെറുതായിട്ട് മിസ് പറഞ്ഞു തന്നായിരുന്നു. ചെറുതായിട്ട് പറഞ്ഞു പോയി. ഓക്കെ ഓക്കെ,
നമ്മൾ പാർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് ദ യൂസ് ചെയ്യുക. ആൻഡ് എ ആകുമ്പോൾ കോമൺലി നമുക്ക് പറയാവുന്നതാണ്. ഇപ്പൊ ഗിവ് മി എ പെൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പേന തരും എന്ന് പറയുന്നത്. പക്ഷെ ഗിവ് മി ദ പെൻ, ഗിവ് മി ദ പെൻ എന്ന് പറയുമ്പോൾ നമ്മളത് പാർട്ടിക്കുലറൈസ് ചെയ്താ പറയുന്നത്. അതായത് ഞാൻ ചോദിക്കുന്ന പേന എനിക്കും അറിയാം, ഞാൻ ചോദിക്കുന്ന ആൾക്കും അറിയാം. അപ്പൊ ആ പേന എനിക്ക് തരാം. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു പേന വേണമെങ്കിൽ ഗിവ് മി എ പെൻ എന്ന് ചോദിക്കാം. അല്ല നിങ്ങൾ ചിലപ്പോ ആൾക്ക് കൊടുത്ത പേന തന്നെ തിരിച്ച് ചോദിക്കുന്നതാണെങ്കിൽ ഗിവ് മി ദ പെൻ എന്ന് പറയുന്നു. അത് മാത്രമല്ല സംടൈംസ് നമ്മൾ ദ ആൻഡ് ദി യൂസ് ചെയ്യാറുണ്ട്. ദി ആൻഡ് ദ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ദി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വോവൽസിന്റെ കൂടെയാണ് കേട്ടോ. വോവൽ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെയാണ് ദി യൂസ് ചെയ്യുക. ദി ആപ്പിൾ, ഓക്കെ, ദി ആപ്പിൾ, ദി യൂണിഫോം, ദി അംബ്രല്ല, ദി. ആൻഡ് കോൺസണന്റ് സൗണ്ട് കോൺസണന്റ് ലെറ്റേഴ്സിന്റെ കൂടെ ആണെങ്കിൽ ദ ആണ് യൂസ് ചെയ്യുക. ദ കാർ, ദ കാർ, ദ ബേബി, ദ പിക്ചർ, ഓക്കെ, ദ വിൻഡോ. ക്ലിയർ ആയോ? അപ്പൊ വോവൽ ലെറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ദി യൂസ് ചെയ്യുന്നു, ആൻഡ് കോൺസണന്റ് ലെറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യുന്നു. Is it clear? Okay. മനസ്സിലായോ? Yes. Okay, okay. ഇനി എക്സാമ്പിൾസ് സെൻഡ് ചെയ്യൂ കേട്ടോ. ചിത്രയുടെ കറക്റ്റ് ആണ്. ഇനി then ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. അതിനുശേഷം നമുക്ക് വേറെ എക്സ്പ്രഷൻ കൊണ്ട് നോക്കാം. പെട്ടെന്നാണ് കേട്ടോ.
Okay, correct ആണ് കേട്ടോ. Would you please the car? Would you please the car key അല്ല. Would you please give the car key? ആ കാർ കീ ഒന്ന് തരുമോ എന്ന് ചോദിക്കണ്ടേ? Would you please എന്താ വേണ്ടേ? തരുക, തരുകയോ എന്താണല്ലോ. Would you please give the car key എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ give me the car key. And would you please give me the book? Would you please turn off lights? അത് ഓക്കെയാണ്. Would you please turn off lights? Okay, correct. ബാക്കി രണ്ടെണ്ണത്തിലും വേറെ ഒന്നുമില്ല കേട്ടോ. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. Then Anu, would you like some tea? Would you please help me? Would you like some? Yeah. Would you please help me? Okay. Would you please call me later? Yeah. Okay. Yeah. Any next step? അടുത്തൊരു expression ഇതാട്ടോ. Would you mind if I? Would you mind if I? Would you mind if I means എന്തെങ്കിലും വിരോധം ഉണ്ടോ? മീനിങ് ആണ് കേട്ടോ. എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇനി would you please ന്റെ മീനിങ് ദയവായി ഒന്ന് ചെയ്തു തരാവോ എന്നൊരു മീനിങ് ആണ് വരാം. ദയവായി ഒന്ന് ചെയ്തു തരാവോ? Would you please? And would you mind if യുടെ മീനിങ് വരുന്നത് എന്തെങ്കിലും വിരോധം ഉണ്ടോ? എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നൊരു മീനിങ് ആണ് കേട്ടോ. Would you mind if I? അതായത് ഞാൻ ഈ ഡോറ് തുറക്കുന്നതിന് നിങ്ങൾക്ക് ഇതിന് വിരോധമുണ്ടോ? Would you mind if I open the window? Would you mind if I open the window? ഞാൻ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കാം. Would you mind if I open the window? ഞാൻ ഈ വിൻഡോ തുറക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? And would you mind if I close the door? ഞാൻ ഈ ഡോർ ക്ലോസ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? Would you mind if I അവിടെ I എന്നുണ്ട് ഞാൻ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നൊരു മീനിങ് ആണ് കേട്ടോ. Would you mind if? Would you mind? നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? Would you mind if I? ഞാൻ അത് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? Okay. Would you mind if I open the window? Would you mind if I close the door? Would you mind if I take it? Would you mind if I turn off this light? Would you mind if I change this channel? Would you mind if I take this phone? Would you mind if I leave early? Anything you can ask, like with the use of this expression. Okay. So write some more examples. Do you mind if I close the door? ഞാൻ ഫുള്ള് സെൻറ്റൻസ് ചെയ്യുന്നില്ല കേട്ടോ. Would you mind if I add ചെയ്താൽ മതി? Okay. Would you mind if I close the door? Would you mind if I take it? ഞാൻ എടുക്കുന്നതിന് വിരോധമുണ്ടോ? And turn off this light. ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? Would you mind if I turn off this light? Would you mind if I change the channel? Do you mind if I change the channel? And would you mind if I take your phone? Take your phone. ഇങ്ങനെ ഒരുപാട് ചോദിക്കാം. ഇത് ഓളി ഞാൻ നേരത്തെ പോകുന്നതിന് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് ഓളി. Do you mind if I leave early? എന്ന് ചോദിക്കാം. So these are the examples of this expression, and then your team will send me the examples with the use of this expression. Around 4 examples to make it. Okay, then text me.
Okay, text ചെയ്യൂട്ടോ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു 4 എക്സാമ്പിൾ ടൈപ്പ് ചെയ്യാ, then text to me. Okay. Okay. What would you mind if I go there? What would you mind if I take my book? I take your doll. I change this color. Okay. And what would you mind if I ask 3 question or I use your pen? I sat here. I sit here. Not sat. Sit down. Not even say past tense. Present. Okay. Okay. I use your pen. Do you mind if I use your pen? Then the pen ഉപയോഗിച്ചാൽ എനിക്ക് വിരോധമുണ്ടോ? Yeah. Yeah, past up here. Past ആണ് I used to say that. Correct ആണ് ട്ടോ. Mistake പറ്റേ. ഉപയോഗിച്ചാൽ എന്നല്ലേ. Yeah. Take your attention off the pen. I can't see. Yeah. Next one. What would you like to? What would you like to? What would you like to? എന്താണ് ഇഷ്ടപ്പെടുന്നത് ട്ടോ? What would you like to? What would you like to
have, what would you like to read, what would you like to study. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാം. നീ കഴിക്കാൻ എന്താ ഇഷ്ടപ്പെടുന്നേ, വായിക്കാൻ എന്താ ഇഷ്ടപ്പെടുന്നേ, പഠിക്കാൻ എന്താ ഇഷ്ടപ്പെടുന്നേ എന്നൊക്കെ ചോദിക്കാം. അവിടെ പാട്ടും വായിച്ചിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം, വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. Where would you like to go? നിനക്ക് എവിടെ പോകാൻ ആഗ്രഹം, നിനക്ക് എവിടെ പോകാൻ ഇഷ്ടം എന്ന് ചോദിക്കാം. വേറെ ചോദിക്കാം, വിച്ച് ചോദിക്കാം, വൈ ചോദിക്കാം. ക്വസ്റ്റ്യൻ വേർഡ് മാറ്റിക്കൊണ്ടിരിക്കാം. അവിടെ അത് വലിയ മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എക്സാം നോക്കിയാൽ what would you like to have, and what would you like to read, and what would you like to study, what would you like to go. ഇത്രയും ചോദിക്കാം കേട്ടോ നമുക്ക്. സോറി, സ്റ്റഡി വരെ ചോദിക്കാം. എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ ചോദിക്കാം. ഇനി നമുക്ക് വേറെ വഴികൾ ചോദിക്കാം. Where would you like to go? Where would you like to go? When ചോദിക്കാം. When would you like to eat biryani? നീ ബിരിയാണി കഴിക്കാൻ എപ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്, എപ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. Which would you like to wear? എന്താണ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ചോദിക്കാം. ഓക്കെ, അപ്പോ വാട്ട് ചോദിക്കാം, വേറെ ചോദിക്കാം, വെൻ ചോദിക്കാം, വിച്ച് ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ ബോർഡ് മാറ്റിക്കൊണ്ടിരിക്കണം. സെയിം പാറ്റേൺ തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, then your turn. Let's make examples with what would you like to, and where, when, and which. Okay, I think all 5 examples you create. Okay, then next to me.
Okay. What would you like to write? Writing illa, write. Just write. Okay. Which would you like to movie? Which would you like to watch? Movie. Which would you like to watch movie? Movie what would you like to what would you like to activity? What would you like to do? What would you like to do activity? In the activity and you like to do activity. To do reach you down. What would you like to cook? What would you like to cook? Okay, then ing form matter. V1 form. Okay. What would you like to draw? When would you like to go dance class? Yeah, which type of books would you like to read? Where would you like to sit? Okay. And what would you like to eat? What would you like to watch? What would you like to think? What would you like to read? What would you like to watch a movie? Okay. What would you like to cinema? What would you like to watch? Cinema. Okay. ഈ എക്സ്പ്രഷൻസ് എല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ 3 പേരെ ക്ലാസ്സിലുള്ളൂ, ബാക്കി എല്ലാവരും തോന്നി. ഈ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? പഠിക്കാത്ത പറ്റൊന്നുമില്ല കേട്ടോ. ക്ലാസ് വെറുതെ ബോറടിച്ചിരുന്നത് കൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പോ ഇംഗ്ലീഷ് ക്ലാസ് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. സ്വാഭാവികം മാത്രം. കാരണം നമുക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതിന് ബുദ്ധിമുട്ടൊന്നല്ല. മടിയാണ്, പഠിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്, വേറൊന്നല്ല. ഓക്കെ. അപ്പോ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ടോ താല്പര്യം കുറവ് കാണിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കില്ല. എപ്പോ പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുത്താലും നിങ്ങൾ ഇതേപോലെ ബോറടി ഫീൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയും ഇഷ്ടത്തോടെ പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് ഈസി ആയിട്ടില്ല ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനോ കുറച്ച് സെന്റൻസ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതാനോ പറ്റുമോ? അപ്പോഴായിരിക്കും കുറച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏത് ക്ലാസ്സിലും, ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് ഏത് ക്ലാസ്സിലും ഇംഗ്ലീഷ് പഠിക്കണ എവിടെ പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. ഓക്കെ. നിങ്ങൾക്ക് ആദ്യം ഇഷ്ടം വേണം, നിങ്ങൾക്ക് ആദ്യം താല്പര്യം ഉണ്ടാവണം പഠിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊരു കാര്യവും പഠിക്കാൻ പറ്റൂ. ഓക്കെ. അതുകൊണ്ട് ഈ ക്ലാസ് ബോറടിച്ചത് കൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നാനൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. സോ അല്ലാതെ ഞാൻ എന്താ പറയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇതൊക്കെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും യൂസ്ഫുൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് കൂടെ തോന്നണമെന്ന് മാത്രം. ഓക്കെ. അതുകൊണ്ട് അതെല്ലാം പഠിക്കാം കേട്ടോ. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓരോ സെന്റൻസ് ഈ പറയുന്ന എക്സ്പ്രഷൻസ് വെച്ചിട്ട് കുറെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എഴുതുകയും ചെയ്യുക, കൂടെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. സിറ്റുവേഷൻ വരുമ്പോ ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ബോറിംഗ് ആയിട്ട് തോന്നാതെ പഠിക്കാൻ താല്പര്യത്തോടു കൂടി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നോട്ട്സ് ഈ എക്സ്പ്രഷൻ ബേസിൽ കുറച്ച് നോട്ട്സ് എനിക്ക് തരാനുണ്ട്. ഇനി ഒരാളാണ് ക്ലാസ്സിലുള്ളെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒത്തിരി ഉള്ളൂ. മാക്സിമം നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. എപ്പോഴെങ്കിലും പഠിക്കാൻ താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. അങ്ങനെ ഹേർട്ട് ചെയ്യാൻ ആവശ്യമില്ല. എനിക്കത് പറയാൻ തോന്നി. നിങ്ങളുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ. താങ്ക് യു all. See you on next class. Ma'am, Yeah, പറയൂ ചിത്ര. Ma'am, would you which type of books would you like to വേണോ അവിടെ? Which ഏതായിരുന്നു? Which type of books would you like to read? കുഴപ്പമില്ല. ഏത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് നിനക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല. അവിടെ 2 ചേർക്കണമല്ലോ അപ്പൊ. Yeah, which type of books would you like to read? അതിന്റെ വെർബ് വേണ്ടേ? To read. പിന്നെ ഈ would you please ന്റെ മീനിങ് ഒന്നുകൂടെ പറഞ്ഞു തരാമോ?
ദയവായി ഒന്ന് ചെയ്തു തരാവോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും നമ്മൾ പറയാം. അപ്പൊ ദയവായി ഒന്ന് ചെയ്തു തരാവോ? ഇനിയിപ്പോ ദയവായി ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? Would you please open the door? അല്ലെങ്കിൽ ദയവായി ആ പെൻ ഒന്ന് തരാവോ? Would you please give the pen എന്ന് ചോദിക്കുക. അപ്പൊ ദയവായി ഒന്ന് ചെയ്തു തരാമോ? പൊളൈറ്റ്നെസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. See you on the next class and